അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല, സുപരിചിതമായ പേര്. 1,00,000-ലധികം ഹദീസുകൾ മനഃപ്പാടമാക്കി അൽ ഹാഫിൽ എന്ന സ്ഥാനപ്പേരിന് അർഹനാവുകയും സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിന് ശർഹ് എഴുതുകയും ചെയ്ത മഹാപണ്ഡിതൻ. അവരുടെ നേരെ ശിഷ്യനായ സഹാവി ഇമാം അസ്ഖലാനി ഇമാമിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ അൽ അജ്വിബത്തുൽ മർലിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. വഖദ് ലഹറ ലി തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിത്തിൻ വഹുവ മാ സബത ഫി സ്വഹീഹൈനി. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും സ്ഥിരപ്പെട്ടതായ ഒരു തെളിവ് എനിക്ക് വെളിവായിട്ടുണ്ട്. അതിനുശേഷം ഇതിനാസ്പദമായ ഹദീസിനെ കൊണ്ടുവരികയാണ്. അതിൻ്റെ ആശയം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. ആശുറ ദിവസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുന്നു. ആ സമയത്ത് അവിടെയുള്ള ജൂതമത വിശ്വാസികൾ നോമ്പുകാരാണ്. കാര്യമന്വേഷിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച മറുപടി, അന്നേ ദിവസം മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന്, ഫിർഔനിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് അതിനുള്ള നന്ദി പ്രകടനമായിട്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്നായിരുന്നു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്റാ ദിവസവും താസുആ ദിവസവും നോമ്പെടുക്കാൻ സ്വഹാബാക്കളോട് കൽപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിനെ കൊണ്ടുവന്നുകൊണ്ട് അസ്ഖലാനി ഇമാം പറയുന്നതായി രേഖപ്പെടുത്തുകയാണ്, ഫയുസ്തഫാദു മിൻഹു ഫിഅലി ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മത്തിൻ. ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു നിഅമത്ത് ലഭിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം നീങ്ങിപ്പോയതിൻ്റെ പേരിലോ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. വയുആദു ദാലിക ഫീ നദീരി ദാലിക്കൽ യൗമി മിൻ കുല്ലി സന. എല്ലാ വർഷവും ഈ നിർണിത ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ഇത് ആവർത്തിക്കുകയും ചെയ്യണം. സുജൂദും നോമ്പും സ്വതക്കയും തിലാവത്തുൽ ഖുർആനും തുടങ്ങി വിവിധ തരത്തിലുള്ള ഇബാദത്തുകളുടെ രൂപങ്ങൾ കൊണ്ട് അള്ളാഹുവിനുള്ള ശുക്ർ ചെയ്യുക എന്ന കാര്യം ലഭ്യമാകും. എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, വഅയ്യു നിഅമത്തിൻ അഅ്ലമു മിനൻ നിഅമതി ബിബുറൂസി ഹാദൻ നബിയ്യിർ റഹ്മ ഫീ ദാലിക്കൽ യൗം. അന്നേ ദിവസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് എന്ത് നിഅമത്താണുള്ളത്. വഅലാ ഹാദാ ഫയംബഗി അൻ യതഹറ അൽ യൗമ ബിഐനി. ആ ദിവസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ ആ ദിവസത്തെ പ്രത്യേകം പരിഗണിക്കൽ നമുക്ക് അനിവാര്യമാണ് എന്ന് അസ്ഖലാനി ഇമാമിൽ നിന്ന് സഹാബി ഇമാം രേഖപ്പെടുത്തി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ ദിവസത്തെ പ്രത്യേകം പരിഗണിക്കൽ പ്രതിഫലമുള്ളതാണ് എന്നാണ്.